അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ മുഹമ്മദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അക്യുപഞ്ചർ അഥവാ സിംഗിൾ നീഡിൽ അക്യുപഞ്ചറിനെ പറ്റി ഞാൻ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ ആളുകൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ മറുപടിയൊന്നും ഉണ്ടാവില്ല. പകരം അവർ അലോപ്പതി ചികിത്സയുടെ ദൂഷ്യവശങ്ങളെ പറ്റിയും ഹോസ്പിറ്റലുകൾ മുഴുവൻ അറവുശാലകളാണെന്നും അതുപോലെ തന്നെ മരുന്നുകളെന്ന് പറഞ്ഞാൽ അത് രാസവസ്തുക്കളാണ്, രാസവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാണ്, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് അഥവാ ബ്രൗൺ ഷുഗറും കഞ്ചാവും അതുപോലെ അഫീനൊക്കെ പോലുള്ളൊരു സാധനമാണ് നമ്മൾ ഹോസ്പിറ്റൽ വാങ്ങുന്ന പാരസിറ്റമോളും അതുപോലെ ബ്രൂഫിനൊക്കെ എന്നാണ് അവർ വാദിക്കുക. എന്നിട്ട് അത് പറഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നാൽ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയാറില്ല. ഞാനിപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ആളുകൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ടായിരിക്കണം. ഒരു രോഗം മാറണമെങ്കിൽ അതിന് കാര്യകാരണം ഉണ്ടായിരിക്കണം. അള്ളാഹുവാണ് കാര്യകാരണം, എന്താ പറയുക, കാരണങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും, അല്ലാതെ ചെയ്യാൻ സാധിക്കില്ല നമുക്ക്. ഇപ്പോൾ ഒരു രോഗം ഉണ്ടായാൽ അത് മാറണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു ശിഫ നൽകും. അതല്ലെങ്കിൽ പിന്നെ ആ ചികിത്സ എന്തെങ്കിലും ഒരു കാരണം അവിടെ ഉണ്ടാവും ആ കാര്യം നടക്കാൻ. എന്നാൽ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എടപ്പാൾ, എൻ്റെ നാട്ടിലുള്ള ഒരു അക്യുപങ്ക്ചർ ചികിത്സകൻ, അദ്ദേഹം തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നില്ല, ഈ ഇന്ത്യൻ അക്യുപഞ്ചർ അഥവാ സിംഗിൾ നീഡിൽ അക്യുപഞ്ചറിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയപ്പെടുന്ന ആ തമിഴ്നാട്ടുകാരൻ, അയാളുടെ പിൻതലമുറക്കാരായി ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ആളാണ്. അവിടെ കോയമ്പത്തൂരും അതിൻ്റെ ബ്രാഞ്ചുണ്ട്, നമ്മുടെ നാട്ടിലും ബ്രാഞ്ചുണ്ട്. സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ അവരാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. ഈ കോയമ്പത്തൂരിലേക്ക് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വണ്ടി കയറി പോകുന്നുണ്ട്. ഡിസ്ക് തെറ്റിയവർ മുതൽ കാൽമുട്ട് വേദനക്ക് മുതൽ എല്ലാ ചികിത്സയും അവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ രോഗി വരുന്നു, രോഗിയുടെ കൈ ഇതെങ്ങനെ പിടിക്കുന്നു, എന്നിട്ടിപ്പോൾ ക്യാൻസർ മുതൽ അല്ലെങ്കിൽ കിഡ്നി രോഗം, പാൻക്രിയാസ് തകർന്നത്, അല്ലെങ്കിൽ ലിവർ വീർത്തത് തുടങ്ങി ചൊറി, ചരങ്ങ്, കഫം, വാദം, പിത്തം, തലവേദന, എന്ത് അസുഖമായിക്കോട്ടെ എല്ലാത്തിനും അയാൾ ഇങ്ങനെ പിടിക്കുന്നു. ഈ തൻ്റെ ചൂണ്ടുവിരൽ, അയാളുടെ ഈ ഹീൽ ചെയ്യുന്ന ആളുടെ ചൂണ്ടുവിരൽ ഈ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിലേക്ക് അയാൾ ഇങ്ങനെ വെക്കുന്നു, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, തൊടുന്നില്ല. എന്നിട്ട് അതിങ്ങനെ വിറപ്പിക്കാനും 30 സെക്കൻഡ് 15 സെക്കൻഡ് എത്രയാണോ സമയം അതിങ്ങനെ വിറപ്പിക്കുന്നു. ഇങ്ങനെ വിറപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കൈ താത്തുന്നു, രോഗിയോട് പോകാൻ പറയുന്നു, കാശ് വാങ്ങുന്നു, 250 രൂപ വാങ്ങിക്കുന്നു. പിന്നെ ആഴ്ചക്ക് വന്ന് ഇങ്ങനെ വിറപ്പിക്കൽ നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഇതിന് എന്താണ് നമ്മൾ പേര് വിളിക്കുക? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇയാൾ ഈ വിരലിൻ്റെ അഗ്രത്തുകൂടി എന്ത് എനർജിയാണ് ആൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതുകൊണ്ട് രോഗം മാറുന്നത്? ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ഈ ശരീരത്തിലുള്ള ഊർജ്ജ നിയന്ത്രണമാണ് അത്ര ഇയാളുടെ വിരലിലൂടെ പോയിട്ട് മറ്റവൻ്റെ ശരീരത്തിൽ, അതായത് രോഗിയുടെ ശരീരത്തിലുള്ള ഊർജ്ജ പോയിന്റുകളൊക്കെ ശരിയാക്കുന്നതാണ്, തൊടുക പോലും ചെയ്യാത്തത്. എന്നാൽ നമ്മുടെ ഷുഹൈബ് റിയാലു ടീമിൻ്റെ അക്യുപഞ്ചറുകാരുണ്ടല്ലോ, അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രോഗിയുടെ വിരൽ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് ചില പോയിന്റുകൾ വിരൽ കൊണ്ട് ടച്ച് ചെയ്യാം. അവർ പറയുന്നത് എന്താ പറയുക, അക്യൂട്ട് ടച്ച് എന്നാണ്. ചില ആളുകൾ ചെറിയ സൂചി കുത്തുന്നുണ്ട്, അത് അറ്റ്ലീസ്റ്റ് സൂചി കുത്തുന്നുണ്ടെന്നെങ്കിലും പറയാം. ഇത് ഒരു ടച്ച്. ആ ടച്ച് കൊണ്ട് ഇയാളുടെ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും മാറിയാൽ പൂർണ്ണ സുഖം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇയാളോട് വരാൻ പറയുന്നു, 250 രൂപ വെച്ച് പോക്കറ്റിലിടുന്നു. പിന്നെ ഇത് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് കുറേ പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ഇരുത്തിയിട്ട് 6 മാസത്തെ 2 ആഴ്ചയിലെ 6 ആഴ്ചയിലെ കോഴ്സുകൾ കൊടുത്ത് അവരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് 30,000 38,000 രൂപ പൈസ വാങ്ങിച്ചിട്ട് ഇവരിങ്ങനെ ഈ ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളെ 40 ദിവസം കൂടുമ്പോൾ അടർത്തി വിടുന്നത് പോലെ ഇങ്ങനെ സമൂഹത്തിലേക്ക് അടർത്തി വിടണം. ഇവരൊക്കെ ആളുകളെ വിളിച്ചിട്ട് ഈ ടിങ് അല്ലെങ്കിൽ ചൂണ്ടൽ നടത്തിയിട്ട് ഈ കാശ് വാങ്ങിക്കുകയാണ്. നമ്മൾ ചോദിക്കുകയാണ്, ഇതിൽ എന്താണ് കാര്യകാരണ ബന്ധമുള്ളത്? ഈ ചൂണ്ടൽ കൊണ്ടോ ഈ ടച്ച് കൊണ്ടോ എങ്ങനെയാണ് അകത്തുള്ള ഈ കേടുവന്ന ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക്, എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രമേഹം, അതുപോലെ തന്നെയുള്ള എല്ലാ രോഗങ്ങളും എങ്ങനെയാണ് മാറുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞാൽ അവർ പറയും പാരസിറ്റമോൾ വിഷമല്ലേ, ബ്രൂഫം വിഷമല്ലേ, സാൽബ്യൂട്ടമോൾ വിഷമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരുന്നുകളുടെ പേര് പറഞ്ഞ് വിഷമാക്കും. ഞാൻ എന്താ ഹോസ്പിറ്റൽ നടത്തുന്ന ആളാണോ? ഞാൻ ഹോസ്പിറ്റൽ നടത്തുന്ന ആളല്ല, എനിക്ക് മെഡിക്കൽ സ്റ്റോറില്ല, ഞാൻ ഡോക്ടറല്ല, ഞാൻ ഫാർമസിസ്റ്റ് അല്ല, ഒന്നുമല്ല. നമ്മൾ അക്യുപഞ്ചറിൻ്റെ ഇതാണ് ചോദിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാര്യകാരണ ബന്ധം? അതിന് പകരം അലോപ്പതിയെ പറ്റിയുള്ള വിമർശനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഞാൻ ആരോട് ചോദിച്ചാലും ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്യുപഞ്ചറിസ്റ്റ് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ടച്ചോ ഒരു ചൂണ്ടോ നടത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി നിസാർ മുപ്പത്തടം എന്ന് പറഞ്ഞിട്ട് ആലുവയിലുള്ള ഒരു അക്യുപഞ്ചറിസ്റ്റ് ഉണ്ട്. പുള്ളി എന്താണെന്ന് വെച്ചാൽ അവളുടെ മുമ്പിൽ കുറേ ആൾക്കാരെ ഇങ്ങനെ നിരത്തിയിരുത്തുന്നു. എന്നിട്ട് അയാൾ സ്റ്റേജിൽ നിന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടുന്ന് എനർജി ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. അവരിങ്ങനെ കൈയൊക്കെ മലർത്തിയിട്ട് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അയാൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് എനർജി പാസ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാവർക്കും രോഗം ശിഫിയാവുമെന്നാണ് പറയുന്നത്, ഹീലാവുന്നു.
ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക്, അയാളുടെ അവിടുത്തെ കൗൺസിലിങ്ങിന് വരാൻ പറ്റാത്ത ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് കയ്യും കാലും ഇങ്ങനെ മലത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുക. വെറും ഫോട്ടോ അയച്ചാൽ പോരാ, കൂട്ടത്തിൽ 560 റുപ്യയുടെ GPay ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി അയച്ചു കൊടുക്കണം. അപ്പോൾ അയാൾ ഫോട്ടോയിലേക്ക് എനർജി അയക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ എനർജി ഹീലിംഗ്. തിരൂരുള്ള ഒരു അക്യുപഞ്ചർ, ഷോയിബ് റിയാലിൻ്റെ ടീമിൽപ്പെട്ട അക്യുപഞ്ചറുകാരനാണ്. അയാൾ 2 ദിവസത്തെ അഡ്വാൻസ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അക്യുപഞ്ചർ പഠിപ്പിക്കാൻ വേണ്ടി കോഴ്സ് വെച്ചിരുന്നു വയനാട്ടിൽ അങ്ങോട്ട് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ അത് അറ്റൻഡ് ചെയ്തിരുന്നു. അവരെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കമാൻഡ് കൊടുക്കണം, ടച്ചും വേണ്ട സൂചിയും വേണ്ട ഒന്നും വേണ്ട, ഒരു കമാൻഡ് കൊടുത്താൽ മതി. രോഗിയോട് നമ്മൾ സംസാരിച്ച് നമ്മൾ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നമ്മൾ പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് രോഗിയോട്, അപ്പോൾ അവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാവരും ഉണ്ട്, ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹു ആലം. എന്തായാലും അവരവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കമാൻഡ് കൊടുക്കുക. എന്ത് കമാൻഡ്? ഒരാളുടെ രോഗം ശിഫിയാകാൻ എന്ത് കമാൻഡാണ് ഇവൻ കൊടുക്കുന്നത്? ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത്? ഇനി വേറെ ഒരുത്തനുണ്ട് എനർജി തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. എനർജി തെറാപ്പി അവൻ എന്താ ചെയ്യുന്നത്? എനർജി ഇങ്ങനെ ആവാഹിക്കുക. അവൻ പറയുന്നത് ക്യാൻസർ മുതൽ ഏത് മാരക രോഗവും ഇത് മാറുന്നതാണ്. എന്താണ് ഇമോഷണൽ ഫീലിംഗ് തെറാപ്പിയോ അങ്ങനെ EFT എന്ന് പറയുന്ന ഇമോഷണൽ ഫ്രീഡം തെറാപ്പിയോ എന്തോ അതിൻ്റെ പേര്. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക, ഇങ്ങനെ ടച്ച് ചെയ്യുക, ഇങ്ങനെ കുറേ ടാപ്പിംഗ് തെറാപ്പി. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ഇങ്ങനെ വന്ന് നിറഞ്ഞ് നമ്മുടെ രോഗങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. എന്ന് മാത്രമല്ല നമ്മുടെ എനർജി വേറൊക്കെ അയച്ചു കൊടുക്കാനും പറ്റുമോ? അത്രേ. നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിൽ ഒരാൾ രോഗമായി കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് അയാളുടെ മനസ്സിൽ അയാളുടെ പേരാലോചിച്ചിട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവരെല്ലാവരുടെയും ആ സമയത്തുള്ള എനർജി അയാളിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇതിനൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുക? ഇത് നമ്മുടെ മുസ്ലിം താത്തമാരും മുസ്ലിം പെൺകുട്ടികളൊക്കെ നിക്കാബും ഹിജാബൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്നിട്ട് ഈ കോഴ്സ് ചേരുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ടാപ്പ് ചെയ്തിട്ട്. എനർജി സ്വീകരിക്കുന്നു, എനർജി അയച്ചു കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് റിക്കിയാണ്. റിക്കി എന്ന് പറഞ്ഞിട്ട് ഈ എനർജി തെറാപ്പി എന്ന് നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ, സലഫി ഉലമാക്കൾ പ്രത്യേകിച്ച് വളരെ വ്യക്തമായി എതിർത്ത, വളരെ വ്യക്തമായി വാണിംഗ് തന്ന ഒരു മേഖലയാണ് എനർജി തെറാപ്പി എന്നുള്ളത്. എനർജി കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത്, ഊർജ്ജം കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത്. നിങ്ങൾ ഇലാജ് ബിത്താക്ക എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ, അറബിയിൽ അറിയുന്ന ആളുകൾക്ക് അടിച്ചു നോക്കിയാൽ അതിനെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ അതിൻ്റെ ഈ NLPയുടെ വകഭേദങ്ങളാണ്. അപ്പോൾ ഏതൊരു ചികിത്സകനാകട്ടെ, ആ ചികിത്സകൻ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ അയാളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളവിടെ തുന്നിക്കൂട്ടി അതവിടെ വെക്കുന്നു. കൈ വെട്ടിപ്പുറിച്ചാണെങ്കിൽ അവിടെ തുന്നി ചേർക്കുന്നു. അതുപോലെ തന്നെ അതുപോലെയുള്ള രോഗങ്ങളുണ്ടായാൽ, ഇപ്പം പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ അവർ വയറ് കീറി കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നു. അവിടെ അവർ പഠിച്ച കാര്യങ്ങൾ വെച്ച് മനുഷ്യശരീരത്തിൽ പരീക്ഷിച്ച് അതിനവർ ഫലം കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ചില അക്യുപഞ്ചറിസ്റ്റിൻ്റെ, എനിക്ക് പരിചയമുള്ള അക്യുപഞ്ചറിസ്റ്റ് കുറേയൊക്കെ നോക്കി വീട്ടിൽ പ്രസവിപ്പിക്കാൻ, പിന്നെ ക്രിട്ടിക്കലായപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറയും. കാരണം പരീക്ഷിക്കാൻ മൂപ്പരെ ഭാര്യനെ പറ്റുമല്ലോ. മറ്റവൻ്റെ ഭാര്യയാണെങ്കിൽ അവർക്ക് പരീക്ഷിക്കാൻ, നിങ്ങൾ വീട്ടിൽ പ്രസവിപ്പിച്ചോളൂ എന്ന് പറയാം. വീട്ടിൽ പ്രസവിക്കാൻ ഭാര്യയോട് അല്ലെങ്കിൽ മകളോട് അല്ലെങ്കിൽ ഉമ്മാട് ഒക്കെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ക്രിട്ടിക്കലായി എന്ത് ചെയ്യുമെന്ന് ഇവർക്ക് യാതൊരു ഉത്തരവില്ല. അങ്ങനെ ക്രിട്ടിക്കലാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ എനർജി, ഈ ചികിത്സാ രംഗത്ത് കാണിക്കുന്ന ഈ അക്രമങ്ങൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകൾ, ഇത് പറയുമ്പോൾ വേറെ രംഗത്ത് ചൂഷണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കല്ല വേണ്ടത്. എന്താണ് നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ അവിടെ സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത്? എന്താണ് നിങ്ങളിങ്ങനെ എനർജി അയച്ചു കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്? എന്താണ് തലയിലും മറ്റൊക്കെ കൊട്ടുമ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഇനി സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ഡിസ്റ്റൻസ് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് രോഗമുള്ള മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഭയങ്കരമായ ചുമ ഉള്ള അല്ലെങ്കിൽ ഭയങ്കരമായ തുമ്മലുള്ള ഒരാൾക്ക് ഒന്നുമില്ല, അക്യുപഞ്ചറിസ്റ്റിനെ ഹീലറിനെ വിളിക്കുന്നു, ഫോണിൽ കുറേ നേരം അയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലൂടെ എനർജി അയച്ചു കൊടുക്കുക. അത്രേ. അതാണ് ഡിസ്റ്റൻസ് ഹീലിംഗ്. എനർജി അയച്ചു കൊടുക്കുന്നു, ആ എനർജി സ്വീകരിക്കുമ്പോൾ ഇയാൾക്ക് സുഖപ്പെടുന്നു. ഇതിനെന്താ നമ്മൾ വിളിക്കുക? നമ്മൾ ശരിക്കും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല പ്രസിഡൻ്റായിരുന്ന മർഹൂം ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ്, അദ്ദേഹം എഴുതിയ മുഖ്യ ശത്രു എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് നമ്മളൊക്കെ ഒന്നും കൂടി ഇരുന്ന് വായിക്കണം. അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെ പിശാചിൻ്റെ വസ്വാസുകളാണ്. പലരും അറിയാതെ, ഇതെന്താണെന്ന് മനസ്സിലാവാതെ, ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൊക്കെ എടുത്തു ചാടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, എന്താണിത്, ഇവിടെ ചൂണ്ടുമ്പോൾ എന്താണ് ഇവൻ്റെ വിരലിൽ നിന്ന് അങ്ങോട്ട് പ്രവഹിക്കുന്നതെന്ന് പറയണം. കാര്യകാരണം വിശദീകരിക്കണം. അത് വിശദീകരിക്കാൻ ഇവർ തയ്യാറല്ല, ഒന്നും പറയില്ല. അതിന് പകരം അലോപ്പതി മുഴുവൻ വിഷമാണ്, അലോപ്പതി മുഴുവൻ അറവുശാലയാണ്, അലോപ്പതി കൊണ്ടൊരു കാര്യമില്ല, നിങ്ങൾ വണ്ടിടിച്ച് തല പൊട്ടിയാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട. പക്ഷെ നിങ്ങൾ ഇതൊന്ന് വിശദീകരിക്കുക. നിങ്ങൾ അലോപ്പതിയൊക്കെ പറ്റിയൊക്കെ വിമർശിച്ചോ, പക്ഷേ ഇത് ചോദിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ ധൈര്യമുള്ള ആണായി പറഞ്ഞ ഏതെങ്കിലും അക്യുപഞ്ചറിസ്റ്റുകൾ, ആണായി പറഞ്ഞ മാത്രമല്ല പെണ്ണായി പറഞ്ഞ, കാരണം പെൺകുട്ടികളാണല്ലോ ഇപ്പോൾ കൂടുതൽ, താത്താമാരാണല്ലോ ഇപ്പോൾ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ പ്രചാരകരായിട്ട് കേരളത്തിൽ ഉടനീളം നടക്കുന്നത്, പ്രസവത്തിനെ പറ്റിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അവർ അതുപോലെ തന്നെ അക്യുപഞ്ചറിസ്റ്റുകൾ ഒന്ന് വിശദീകരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.